മൂവാറ്റുപുഴയിലെ ടൂറിസം മേഖലയ്ക്ക് വൻ കുതിപ്പുചാട്ടം ഉണ്ടാക്കിയ പുഴയോര നടപ്പാതയുടെ ശോചനീയാവസ്ഥയാണ്. ഷോ ലൈറ്റുകൾ ഒടിഞ്ഞ നിലയിൽ കിടക്കുന്നതും അതുപോലെ സാമൂഹിക വിരുദ്ധരെല്ലാം ഒടിച്ച നിലയിൽ കൊണ്ടുപോയി സംരക്ഷിക്കാനോ പറ്റാത്ത രീതിയിലുള്ള സൈഡ് ഭിത്തികളെല്ലാം ഇടിഞ്ഞ നിലയിലും ഒരു ലൈറ്റുകളിലും പൗതി മുക്കാലും കാണാത്ത രീതിയിലുള്ള ഒരു പുതിയ രീതിയിലുള്ള ടൂറിസം വികസനം മൂവാറ്റുപുഴയിൽ നടത്തിയതിൻ്റെ ക്രെഡിറ്റ് അത് നടത്തുന്നവർക്കും അത് ഏകോപിപ്പിക്കുന്ന നഗരസഭയിരിക്കട്ടെ. അതിൻ്റെ കൈവരികളെല്ലാം ഒടിഞ്ഞു നുറുങ്ങി അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാനോ കടവുകളുടെ നവീകരണത്തിനോ ഇത് ചെയ്യാനോ മറ്റുള്ള പ്രവൃത്തികൾക്കൊന്നും മുൻകൈ എടുക്കാതെ പുതിയ പുഴയോര നടപ്പാതയും ഇത് തന്നെ കണ്ടു നോക്കിയാൽ ആളുകൾക്ക് സഞ്ചാരയോഗ്യം നടക്കാനോ ബുദ്ധിമുട്ടോ ചെളി പിടിച്ച് തെന്നി വീഴുന്ന രീതിയിലൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ ഇതിൻ്റെയൊക്കെ ലൈറ്റുകൾ വരെ ഒന്നും കാണാനില്ല. അപ്പൊ ഈ രീതിയിലുള്ള ടൈലുകൾ, ടൈലിൻ്റെയൊക്കെ കോളമൊക്കെ ടൈലൊക്കെ പൊളിഞ്ഞ് ആളുകൾക്ക് മഴയുണ്ടെങ്കിൽ ഒട്ടും നടക്കാൻ പാടില്ലാത്ത രീതിയിലാണ്. അപ്പൊ അതുപോലുള്ള ടൂറിസം മേഖലയ്ക്ക് വമ്പൻ കുതിപ്പ് വന്ന കാടിന് വേണ്ടി ലൈറ്റ് വെച്ചിരിക്കുന്ന രീതിയിലുള്ള സ്റ്റാൻഡുകളൊക്കെ കാണാൻ പറ്റുന്ന ഈ രീതിയിലുള്ള ടൂറിസം വികസനം നടത്തി ഇനിയും പുതിയ പുഴയോര നടപ്പാതയും ഇനിയും പുതിയ തൂക്കുപാലമൊക്കെ കൊണ്ട് മൂവാറ്റയ്ക്ക് പുത്തൻ വികസനം ഉണ്ടാക്കാൻ പോകുന്നതാണ്. അതുപോലെ കടവുകൾ ഒരു ബീം കെട്ടി ഇത് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യാതെ കടവുകൾ താത്തി കെട്ടി ആളുകൾക്ക് നടന്നു പോകാനോ ചെളിയിലൂടെ നടന്നു പോകുന്ന രീതിയിലൊക്കെയാണ് ഇതിന് ചെയ്തേക്കണം. അതിൻ്റെ കൈവരിയുടെ ഒരു രീതിയാണ് നോക്കേണ്ടത്. ഫുള്ള് ചെളി പിടിച്ച് അത് കിടക്കുകയാണ്. ഇതൊന്നും നന്നാക്കാനും മെയിൻ്റനൻസ് നടത്താൻ പോലും അറിയാൻ പാടില്ലാത്ത ഭരണാധികാരികൾ ചേർന്ന് പുതിയ പുഴയോര നടപ്പാതയും അതുപോലുള്ള തൂക്കുപാലമൊക്കെ കൊണ്ടുവരാൻ വരുന്നതിൻ്റെ ഉദ്ദേശത്തെ ഈ സതുദ്ദേശമാണോ ദുരുദ്ദേശമാണോ നോക്കണം. ആ കടവിൻ്റെയൊക്കെ ഒന്ന് അവസ്ഥ നോക്കിയാൽ